അപ്പോൾ നമ്മളിന്ന് 3 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ ഷർട്ടാണ് കാണിക്കുന്നത്. അതിന് വേണ്ട തുണി രണ്ട് മടക്കിൽ തുണി എടുത്തിട്ട് അതിൻ്റെ നെഞ്ചുപടിയാണ് നമ്മൾ ആദ്യം മടക്കുന്നത്. 2 ഇഞ്ച് വീതിയിൽ വേണ്ട 2 മടക്ക് തുണിയാണ് കണ്ടോ. 2 മടക്കിൽ തുണി എടുത്തിട്ട് അതിൻ്റെ നെഞ്ചുപടി 2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ മടക്കിയെടുക്കണം. ഫ്രണ്ട് പീസാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇറക്കം 15 ഇഞ്ചാണ്. അതിനേക്കാൾ 1.5 ഇഞ്ച് കൂടി കൂട്ടി 16 ഇഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്താം. 16 ഇഞ്ച് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്താം. ഇത് ഷർട്ടിൻ്റെ അളവാണ് ഞാൻ എടുക്കുന്നത്, ശരീരവണ്ണത്തിൻ്റെ അളവല്ല. അപ്പോൾ ആ ഷർട്ടിൻ്റെ ഫ്രണ്ട് പീസിന് 7 ഇഞ്ച് വണ്ണമാണുള്ളത്. അതിനേക്കാൾ 1/2 ഇഞ്ച് കൂടി കൂട്ടി 7.5 ഇഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്താം. അപ്പോൾ നമുക്കിവിടെ വണ്ണം 7.5 ഇഞ്ച് അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ ഈ താഴ്ഭാഗത്തും വണ്ണം 7.5 ഇഞ്ച് അടയാളപ്പെടുത്താം. അവിടെ 15 1/2 16 ഇഞ്ച് അടയാളപ്പെടുത്തിയതുപോലെ തന്നെ ഇവിടെയും 16 ഇഞ്ച് ഇറക്കം അടയാളപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പോയിൻ്റ് രണ്ടും കൂടെ ചേർത്തൊരു ലൈൻ കൊടുക്കാം. ഇറക്കം അടയാളപ്പെടുത്തിയ പോയിൻ്റ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കഴുത്തിൻ്റെ ഇറക്കമാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇതിൻ്റെ കഴുത്തിന് 2.5 ഇഞ്ച് ഇറക്കം, അകൽച്ച 2 ഇഞ്ച്. ഇനി ഇതിൻ്റെ ഷോൾഡർ 11 ഇഞ്ചാണ്. ആ 11 ഇഞ്ചിൻ്റെ പകുതി 5.5 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം. ഉണ്ട് 5.5 ഇഞ്ച് ഉണ്ടോ. 11 ഇഞ്ചിൻ്റെ പകുതി 5.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് താഴോട്ട് നമുക്ക് ആം ഹോള് 4.5 ഇഞ്ച് അടയാളപ്പെടുത്താം. 4.5 ഇഞ്ച് ആം ഹോളെന്ന് വെച്ചാൽ കൈക്കുഴി അറിയാമല്ലോ എല്ലാവർക്കും. 4.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതൊരു ബോക്സ് പോലെ ആക്കാം. ബോക്സ് പോലെ ആക്കിക്കൊണ്ട് ആ കോർണറിൽ ടേപ്പ് ചരിച്ച് വെച്ചുകൊണ്ട് 1 ഇഞ്ച് അടയാളപ്പെടുത്താം. 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ആ 4.5 ഇഞ്ച് അടയാളപ്പെടുത്തിയല്ലോ ആം ഹോള്, ആ 4.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ മധ്യഭാഗം 2.25 ഇഞ്ച് നമുക്കൊന്ന് അടയാളപ്പെടുത്താം. 2.25 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു 1/2 ഇഞ്ചോളം അടയാളപ്പെടുത്തണം. 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ആ അടയാളപ്പെടുത്തിയ പോയിന്റിൽ ടച്ച് ചെയ്തുകൊണ്ട് ഈ കോർണറിൽ നമ്മളൊരടയാളം കൊടുത്തല്ലോ അതിലെല്ലാം ടച്ച് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ ആം ഹോളിഞ്ഞ് വരച്ചെടുക്കാം. ഈ അകത്തോട്ട് നമ്മളിങ്ങനെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ആ ഷർട്ടിൻ്റെ ഫ്രണ്ട് പീസ് ആയതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ട് കൈക്കുഴി അങ്ങനെ എടുത്ത് വെട്ടണം, അതിന് വേണ്ടിയാണ്. അപ്പോൾ താഴോട്ട് നമുക്കിതിങ്ങ് വരച്ചെടുക്കാം. ഷർട്ടായതുകൊണ്ട് ഷേപ്പൊന്നും വലുതായിട്ട് കൊടുക്കണ്ട, നേരെ അങ്ങ് വരച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. നമ്മളിതിൻ്റെ നെക്ക് വരച്ചില്ല. നെക്ക് വേണ്ട 2.5 ഇഞ്ച് ഇറക്കവും 2 ഇഞ്ച് അകൽച്ചയിലായിരുന്നു. അത് തമ്മിൽ ചേർത്ത് നല്ല വൈഡായിട്ടൊന്ന് വരച്ചേക്കണം കേട്ടോ. വി പോലെ വരയ്ക്കരുത്, ഇച്ചിരി വൈഡായിട്ട് ഇങ്ങനൊരു വരച്ചെടുക്കണം. എന്നിട്ട് നമ്മളിതിൻ്റെ ഷോൾഡർ 11 ഇഞ്ചിന് 5.5 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, അവിടെ നിന്ന് താഴോട്ട് 1 ഇഞ്ച് അടയാളപ്പെടുത്തണം. ആ ഷോൾഡറിൻ്റെ 5.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് താഴോട്ട് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ആ 1 ഇഞ്ചിൽ ടേപ്പ് ചരിച്ച് വെച്ചുകൊണ്ട് ഇങ്ങനെ ചരിച്ചൊരു ലൈൻ കൊടുക്കണം. എന്നിട്ട് നമുക്കിതിന് കട്ട് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതിങ്ങനെ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് ഷോൾഡർ 1 ഇഞ്ച് നമ്മൾ ചരിച്ച് വെട്ടിയല്ല, ചരിച്ച് വരച്ച ആ ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്യണം. എന്നിട്ട് ആ ആം ഹോളും വരച്ച ലൈനിൽ കൂടെ തന്നെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മളിവിടെ നിന്ന് താഴോട്ടം കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞ് ഇനി നമുക്ക് ബാക്കിലെ പീസാണ് കട്ട് ചെയ്യേണ്ടത്. ബാക്കിലെ പീസ് കട്ട് ചെയ്യുന്നതിന് നമ്മൾ തുണി താണ്ടി ഇങ്ങനെ 2ആയിട്ട് മടക്കി ഇട്ടേക്കുക. തുറപ്പില്ലാത്ത വശം നമ്മൾ നിൽക്കുന്ന ഭാഗത്തായിരിക്കണം. കണ്ടോ, തുറപ്പില്ലാത്ത ഭാഗം നമ്മൾ നിൽക്കുന്ന വശത്തായിരിക്കണം. ഇതിൻ്റെ മീതെ ഫ്രണ്ട് പീസ് നമുക്ക് എടുത്ത് വയ്ക്കാം. ഫ്രണ്ട് പീസിനേക്കാൾ 1/2 ഇഞ്ച് വണ്ണം ബാക്കിലെ പീസിന് കുറച്ച് മതി. അപ്പോൾ ഈ ഫ്രണ്ട് പീസ് എടുത്ത് വയ്ക്കുമ്പം 1/2 ഇഞ്ച് മുന്നോട്ട് നീക്കി വയ്ക്കണം. ഞാൻ കാണിച്ചു തരാം.
ഉണ്ട്. ഫ്രണ്ട് പീസ് എടുത്ത് ഇങ്ങനെ ഇതിൻ്റെ മീതെ വയ്ക്കുമ്പോൾ 1/2 ഇഞ്ച് മുൻപോട്ട് ഫ്രണ്ട് പീസ് നീക്കി വയ്ക്കണം. കണ്ടോ, കാണിക്കുക, നോക്കിക്കേ. വേണ്ടേ, ഇതിനേക്കാൾ 1/2 ഇഞ്ച് കുറച്ചാണ് നമ്മൾ 1/2 ഇഞ്ച് മുന്നോട്ട് നീക്കി വെച്ചേക്കുക. വേണ്ട, ഫ്രണ്ടിലെ പീസ് ബാക്കിലെ പീസിനേക്കാൾ. എന്നിട്ട് നമുക്ക് കൂടി ഇങ്ങനെ നെക്കിൻ്റെ അകൽച്ചയൊക്കെ 2 ഇഞ്ച് തന്നെ നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കണം, അല്ലാതെ വെച്ചങ്ങ് വെട്ടിക്കളയരുത്. നെക്കിൻ്റെ ഇറക്കം 1 ഇഞ്ചും അകൽച്ച 2 ഇഞ്ച്. ഈ ബാക്കിലെ പീസിനേക്കാൾ 1.5 ഇഞ്ച് ഇറക്കം കൂട്ടി വേണം നമ്മൾ, ഫ്രണ്ടിലെ പീസിനേക്കാൾ 1.5 ഇഞ്ച് ഇറക്കം കൂട്ടി ബാക്കിലെ പീസിനെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അകൽച്ച 2 ഇഞ്ചും ഷോൾഡർ 11 ഇഞ്ചും നമ്മൾ അടയാളപ്പെടുത്തണം. അടയാളപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിൻ്റെ താഴെ വരെ ഈ ഷോൾഡർ വരയ്ക്കണം. കണ്ടോ, ആം ഹോള് കണ്ടോ, അതിനോട് ചേർത്ത് ആം ഹോൾ വരയ്ക്കണം. എന്നിട്ട് മുകളിൽ നമ്മൾ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിടത്തുനിന്ന് ഷോൾഡറിൽ നിന്ന് താഴോട്ട് ഫ്രണ്ടിലെ പീസിന് ചരിച്ച് വെട്ടിയതുപോലെ തന്നെ 1 ഇഞ്ച് താഴ്ത്തിക്കൊണ്ട് കണ്ടുകൂടി ഇങ്ങനെ 1 ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തിയിട്ട് ആ താഴ്ത്തി അടയാളപ്പെടുത്തിയ ഭാഗത്തോട്ട് ടേപ്പ് ചരിച്ച് വെച്ചുകൊണ്ട് ഒരു ലൈൻ കൊടുക്കണം. ഉണ്ടോ, 1 ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തണം. അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ കഴുത്തിൻ്റെ ഇറക്കവും 1 ഇഞ്ച് അടയാളപ്പെടുത്തണം. എടുത്തിക്കൊണ്ട് ഈ അകൽച്ചയിൽ 2 ഇഞ്ച് അകൽച്ചയാണ് നമ്മളവിടെ അടയാളപ്പെടുത്തുന്നത്. ആ അകൽച്ചയിൽ നിന്നും ഈ 1 ഇഞ്ച് താഴ്ത്തി വരച്ചിടത്തോട്ട് ടേപ്പ് ചരിച്ച് വെച്ചുകൊണ്ട് ഒരു ലൈൻ കൊടുക്കണം. അങ്ങനെ ചരിച്ച് ലൈൻ കൊടുത്തിട്ട് അവിടെ നിന്ന് താഴോട്ട് ആം ഹോൾ അങ്ങ് വരച്ചെടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നെക്കിങ്ങനെ 1 ഇഞ്ച് വരച്ചത് അതിങ്ങനെ, അതും ഒത്തിരി അങ്ങ് റൗണ്ടായിട്ട് വേണ്ട, ഒന്ന് വൈഡ് ചെയ്ത് വി പോലെ മതി. കണ്ടോ, എന്നിട്ട് ഈ 1 ഇഞ്ചിലോട്ട് ചരിച്ച് കട്ട് ചെയ്തിട്ട് താഴോട്ട് ആം ഹോളും മറ്റേ ഫ്രണ്ടിലെ പീസിൻ്റെ ആം ഹോളിൻ്റെ അതേ ചേർത്ത് കണ്ട അതിൽ ചേർത്ത് തന്നെ കട്ട് ചെയ്യണം. എന്നിട്ട് നമുക്കിതിൻ്റെ അളവിൽ തന്നെ നീങ്ങി കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബാക്കിലെ പീസിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞ്. ബാക്കിലെ പീസിന് ഫ്രണ്ടിലെ പീസിനേക്കാൾ 1.5 ഇഞ്ച് ഇറക്കം കൂട്ടിയെടുക്കണം. അത് നമ്മൾ ബാക്കിലെ പീസിൽ പ്രത്യേകം നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇത് ബിഗിനേഴ്സിനൊക്കെ എളുപ്പം തയ്ച്ചെടുക്കാവുന്ന ഷർട്ടാണ്, അതുകൊണ്ട് ആദ്യം ഞാൻ ഇത് കാണിക്കുന്നത്. പിന്നീട് നമ്മൾ സാധാ ബാക്കിൽ ഷോൾഡർ വെട്ടി വയ്ക്കുന്നോട്ട് വെട്ടി വെച്ച് കാണിച്ചു തരാം. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. ആം ഹോൾ നമ്മൾ 4.5 ഇഞ്ച് എടുത്തപ്പം അതിനേക്കാൾ 1 ഇഞ്ച് കൂടി കൂട്ടി 5.5 ഇഞ്ച് എടുക്കണം. എടുത്തിട്ട് ഇതാണ്ട് ഇങ്ങനെ താഴ്ഭാഗം കൈ മടക്കി തയ്ക്കാൻ വേണ്ടി ഒരു 1.5 ഇഞ്ച് മടക്കി വെച്ചതിന് ശേഷം ഇതിന് 5 ഇഞ്ച് കൈനീളമാണ് വേണ്ടത്. 1/2 ഇഞ്ച് കൂടി കൂട്ടി 5.5 ഇഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്താം. എന്നിട്ട് ഈ ഭാഗത്തും 5.5 ഇഞ്ച് വെച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു 2 ഇഞ്ച് താഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ 2.5 ഇഞ്ച് താഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ ഷേപ്പിൽ ഇങ്ങനെ വരയ്ക്കാം. കണ്ടോ, 2.5 ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തിക്കണം. എന്നിട്ട് നമുക്ക് കൈവണ്ണം എത്ര ഇഞ്ചാണോ വേണ്ടത് അതിനേക്കാൾ 1.25 ഇഞ്ച് കൂടെ കൂട്ടി അടയാളപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ചരിച്ചങ്ങ് വരയ്ക്കാം. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അവിടെ 5.5 ഇഞ്ച് അടയാളപ്പെടുത്തുമ്പം ഇവിടെ 2.5 ഇഞ്ച് കുറച്ച് അടയാളപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും ആയി. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവിൻ്റെയും ഫ്രണ്ടും ബാക്കും എടുത്ത് വെട്ടണം. അതിനുവേണ്ടി സ്ലീവ് 2ഉം 2ആയിട്ട് എടുത്തിട്ട് ഒരു സ്ലീവിന് മീതെ അടുത്ത സ്ലീവ് എടുത്ത് വയ്ക്കണം. 2 സ്ലീവും 2ആയിട്ട് എടുത്തതിന് ശേഷം ഒരു സ്ലീവിൻ്റെ മീതെ അടുത്ത സ്ലീവ് എടുത്ത് വെച്ചിട്ട് മുകളിലത്തെ ഒരു പീസ് അങ്ങോട്ട് നീക്കണം. ഈ സ്ലീവ് അങ്ങോട്ട് നീക്കി വെച്ചിട്ട് അടുത്ത 2 സ്ലീവും ആ ഇടയിലത്തെ 2 പീസ് ഒരു സ്ലീവിന് മീതെ എടുത്ത് വെച്ചിട്ട് മുകളിലത്തെ പീസ് മാറ്റണം. മുകളിലത്തെ പീസ് മാറ്റിക്കൊണ്ട് ഇടയിലത്തെ 2 പീസ് നമ്മളിങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പം നമ്മൾ ഷർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പം ഈ കട്ട് ചെയ്ത ഭാഗവും
മറ്റേതിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, അവിടെ രണ്ടിടവും ഒരുപോലെ വെച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. ഇനി നമുക്ക് കോളർ കൂടി കട്ട് ചെയ്താൽ മതി. അതിന് വേണ്ടി 2 ഇഞ്ച് വീതിയിൽ 11 ഇഞ്ച് നീളത്തിൽ നമ്മൾ തുണി എടുക്കണം. 2 ഇഞ്ച് വീതിയിൽ 11 ഇഞ്ച് നീളത്തിൽ, 2.5 ഇഞ്ച് വീതി കേട്ടോ, 2 തെറ്റിപ്പോയതാ. 2.5 ഇഞ്ച് വീതിയിൽ 11 ഇഞ്ച് നീളത്തിൽ തുണി എടുത്തിട്ട് നമുക്കതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ 2 മടക്കില്ല ഈ തുണി എടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് 2ആയിട്ട് മടക്കണം. ഉണ്ട്, അതിങ്ങനെ 2ആയിട്ട് മടക്കണം. മടക്കിക്കൊണ്ട് നെക്കിനോട് ചേർത്ത് വെക്കുന്ന ഭാഗം നമ്മൾ 1 ഇഞ്ച് ചരിച്ച് വെട്ടണം. ഉണ്ടോ, ഈ 1 ഇഞ്ച് ചരിച്ച് വെട്ടുന്ന ഭാഗം നമ്മൾ നെക്കിനോട് ചേർത്ത് വയ്ക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്നും 1/2 ഇഞ്ച് ഇങ്ങോട്ട്, ആ തുറപ്പില്ലാത്ത ഭാഗത്തോട്ട് 1/2 ഇഞ്ച്, ഒരു സ്വല്പം ഞാൻ വെട്ടിയത് നിങ്ങൾ കണ്ടല്ലോ. അതുപോലെ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുറപ്പുള്ള ഭാഗത്തോട്ട്, അല്ല തുറപ്പില്ലാത്ത ഭാഗത്തോട്ട് ഇവിടെ നിന്നും 1/2 ഇഞ്ച് ഉണ്ടോ ഇങ്ങനെ കട്ട് ചെയ്യണം. ഇപ്പം നമ്മുടെ കോളറിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞ്, നമ്മുടെ ഷർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞ്, ഇനി ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വീണ്ടും കാണിക്കാം.